Hello everyone, welcome to Gport +1 Commerce and Humanities channel. It's me, Nafi. +1 പഠിക്കുന്ന, അതായത് എസ്പെഷ്യലി +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന, അതിൽ ഹിസ്റ്ററി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് +1 ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റർ ആണോ 11 ചാപ്റ്റർ ആണോ. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ടു Gport +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിൽ എത്ര ചാപ്റ്റർ എന്നാണ് പറയുന്നത്, 11 ആണോ 10 ആണോ, ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റർ ആണുള്ളത്. ഈ 10 ചാപ്റ്ററിൽ നിന്ന് 100 മാർക്കിന് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 20 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി സി മാർക്ക് ആയിട്ടുണ്ട്. ബാക്കി 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കിട്ടുക. അതിൽ 24 മാർക്ക് സ്കോർ ചെയ്താലേ നിങ്ങൾ പാസ്സാവുള്ളൂ. പക്ഷേ നമ്മുടെ ലക്ഷ്യം പാസ്സാവില്ല, അതിന് മുകളിൽ മാർക്ക് വാങ്ങലാണ്. അപ്പോൾ 10 ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, അതായത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ആൻഡ് എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് അല്ലേ, അതായത് 3 വൻകരകളായി വ്യാപിച്ചിരിക്കുന്ന സാമ്രാജ്യം, നമ്മുടെ റോമൻ എംപയർ അഥവാ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. ഇതൊരു അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക്. അതായത് 2 വർഷം മുന്നേ ഗവൺമെൻറ് എന്ത് ചെയ്തു, ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വെട്ടിക്കുറച്ചിട്ട് രൂപം മാറ്റിയിട്ട് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഉള്ള ചാപ്റ്റർ ശരിക്കും എന്താണ്, മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അത് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കാണ്. ശരി, ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഈ ചാപ്റ്റർ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിലേക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള പുതിയ ചാപ്റ്റർ കേട്ടോ. അടുത്തേതാണ് കൾച്ചറൽ ഫോർമേഷൻ ദി മിഡിൽ ഏജസ് എന്നുള്ള ചാപ്റ്റർ. ഇതും അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്റർ സ്കൂളിൽ 2 ചാപ്റ്റർ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. ഒന്ന് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് എന്നുള്ള പണ്ടത്തെ 4ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററും. അപ്പോൾ ഈ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, അതിലാണ് നമ്മൾ മെക്സിക്കോയെ കുറിച്ചിട്ടും ആസ്ടെക്, ഇൻക, മായൻ ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അതിലും ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ചാപ്റ്റർ, പണ്ടത്തെ 4ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിനെ ക്ലബ് ചെയ്തുകൊണ്ട് പുതിയ 4ാമത്തെ ചാപ്റ്റർ ആക്കി. അതാണ് ഇത് കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ്. 5ാമത്തെ ചാപ്റ്റർ ഏതാ, നൊമാഡിക് എംപയർ ആണ്. 6ാമത് 3 ഓർഡേഴ്സ് ആണ്. 7ാമത് ചേഞ്ചിങ് കൾച്ചറൽ എഡിഷൻ ആണ്. 8ാമത് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. അതായത് ഈ ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ള പേരിലേക്ക് എടുത്തിട്ടുണ്ടാവുക. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പുതുതാക്കി മാറ്റി കേട്ടോ. അടുത്തത് ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ. ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് ഈ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതുവരെ ഈ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തായിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ആൻഡ് ലാസ്റ്റ് 10ാമത്തെ ചാപ്റ്റർ പാസ്റ്റ് മോഡേണൈസേഷൻ. ഇനി ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടെ. nafi.eduport എജുപോളുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. ഇനി 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ചാപ്റ്ററിൽ നമുക്ക് നോക്കേണ്ടത് ഒന്ന് അവിടുത്തെ ജോഗ്രഫി, ഭൂമിശാസ്ത്രം നോക്കണം. അർബനൈസേഷൻ, നഗരങ്ങളെ കുറിച്ച് പഠിക്കണം. ഉറൂക്ക്, മാരി പോലുള്ള നഗരങ്ങളുടെ പേരുകൾ പഠിക്കണം. അവിടുത്തെ ടെമ്പിൾ അഥവാ ക്ഷേത്രങ്ങൾ പഠിക്കണം. പിന്നെ ക്യൂണിഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുത്തെ ക്യൂണിഫോമിനെ കുറിച്ച് പഠിക്കൽ. പിന്നെ മാരിയും എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയയുടെ സംഭാവന, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും കേട്ടോ. പിന്നെ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സിൽ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചുള്ളതിൽ പ്രിൻസിപ്പേറ്റ്, എന്താണ് പ്രിൻസിപ്പേറ്റ് എന്ന് പഠിക്കണം. ലേറ്റ് എംപയർ, അവസാന പ്രാചീനത അല്ലെങ്കിൽ അന്തിമ പുരാതന കാലത്തെക്കുറിച്ച് പഠിക്കണം. സോഷ്യൽ ഹൈറാർക്കീസ്, അവിടെയുള്ള സാമൂഹിക ക്രമങ്ങളെ കുറിച്ച് പഠിക്കണം. ലാംഗ്വേജസ്, റോമിലെ ഭാഷയെക്കുറിച്ച് പഠിക്കണം. ഫാമിലി സിസ്റ്റം ആൻഡ് സ്ലേവറി, റോമിലെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ചിട്ടും റോമിലെ അടിമത്തത്തെക്കുറിച്ചും പഠിക്കണം. എക്കണോമിക് എക്സ്പാൻഷൻ, അല്ലെ റോമിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടും റോമിലെ തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, റോമിലെ കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. 3rd സെഞ്ചുറി ക്രൈസിസ്, 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി നിങ്ങൾ പഠിച്ചിരിക്കണം. റിഫോംസ് ഓഫ് കോൺസ്റ്റന്റൈൻ ആൻഡ് ഡയോക്ലീഷ്യനെ കുറിച്ചിട്ടും കോൺസ്റ്റന്റൈനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, ചിലപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പേരിലേക്ക് എടുത്തിട്ടുണ്ടാവുക. അവിടെ നിങ്ങൾ ആസ്ട്രോപിത്തേക്കസിനെ, ഹോമോയെ കുറിച്ച് പഠിക്കണം. ഹോമിനിഡ്സ് ആൻഡ് ഹോമിനോയിഡ്സിനെ കുറിച്ച് പഠിക്കണം. ഫുഡ് കളക്ഷനിൽ അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കണം. ടൂൾ, ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കണം. ലാംഗ്വേജ്, ഭാഷയെക്കുറിച്ച് പഠിക്കണം. ഷെൽട്ടർ, വാസസ്ഥലങ്ങളെ കുറിച്ച് പഠിക്കണം. ആർട്ടിക്കല, പണ്ടത്തെ മനുഷ്യർ ഇതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെന്റ് മോഡലും, പ്രാദേശിക തുടർച്ചാ മാതൃകയും പകരം വയ്ക്കൽ മാതൃകയും പഠിച്ചിരിക്കണം. പിന്നെ 4ാമത്തതാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് 2 ചാപ്റ്റർ ആയിരിക്കും സ്കൂളിൽ എടുത്തിട്ടുണ്ടാവുക. ഒന്ന് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് എന്നുള്ള പേരിലും കോൺഫെഡറേഷൻ ഓഫ് കൾച്ചേഴ്സ് എന്നുള്ള പേരിലും. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഹിജ്റ എന്താണെന്ന് പഠിക്കണം. ഉമൈഡുകളെ കുറിച്ച് പഠിക്കണം. അബ്ദുൽ മലിക്കിനെ കുറിച്ച് പഠിക്കണം. അബ്ബാസിസിനെ കുറിച്ച് പഠിക്കണം. അബ്ബാസി വിപ്ലവത്തെ കുറിച്ച് പഠിക്കണം. ക്രൂസൈഡ്സിലെ കുരിശുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും, കോസസ് ആൻഡ് റിസൾട്ട് പഠിക്കണം. കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അല്ലെ അറബികളുടെ സംഭാവന പഠിക്കണം. സൂഫിസം പഠിക്കണം. ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അല്ലെ അറബികളുടെ സാഹിത്യത്തെക്കുറിച്ചിട്ടും കലയെക്കുറിച്ചിട്ടും വാസ്തുവിദ്യയെക്കുറിച്ചും പഠിച്ചിരിക്കണം. തീർന്നിട്ടില്ല, അരാവാക്കി ലുക്കായോസിനെ കുറിച്ച് പഠിക്കണം. ആസ്ടെക് വർഗത്തെക്കുറിച്ച് പഠിക്കണം. മായൻസിനെ കുറിച്ച് പഠിക്കണം. ഇൻകകളെ കുറിച്ച് പഠിക്കണം. ആസ്ടെക് തന്നെ ആസ്ടെക് എഡ്യൂക്കേഷൻ, ആസ്ടെക്കിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നൊമാഡിക് എംപയറിലേക്ക് വരുമ്പോൾ
കൊറിയർ സിസ്റ്റം, അവരുടെ ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം. യാസ എന്ന പേരുള്ള സാധനത്തെ പഠിക്കണം. സോഷ്യൽ ലൈഫ്, അവരുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് പഠിക്കണം. ചെങ്കിസ് ഖാൻ്റെ ആർമി സിസ്റ്റം, ആർമി സമ്പ്രദായത്തെ കുറിച്ച് പഠിക്കണം. കുറിൽത്തായിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അടുത്ത 3 ഓർഡേഴ്സ് ഉള്ള 6ാമത്തെ ചാപ്റ്ററിൽ 3 ഓർഡർ അല്ലേ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, 1ാം ക്രമം, 2ാം ക്രമം, 3ാം ക്രമം, അതിന് മൊത്തം സവിശേഷങ്ങൾ പഠിച്ചിരിക്കണം. 8 മാർക്കിൻ്റെ എസ്സേ. ഇതാണ് ഒരുപാട് തവണ ചോദിച്ചു കേട്ടോ. 1ാം ക്രമം ഏതാണ്? ക്ലർഗീസ് അഥവാ പുരോഹിതന്മാരാണ്. സെക്കൻഡ് ഓർഡർ 2ാം ക്രമം ആരാണ്? നോബിൾസ് അഥവാ പ്രഭുക്കന്മാരാണ്. തേർഡ് ഓർഡർ അഥവാ 3ാം ക്രമം ആരാണ്? ഫാമേഴ്സ് അഥവാ കർഷകരാണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഫോർത്ത് ഓർഡർ 4ാം ക്രമം പഠിക്കണം. 14th സെഞ്ച്വറി ക്രൈസിസ്, 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയും പഠിച്ചു വെക്കണം. പിന്നെ ചേഞ്ചിങ് കൾച്ചർ എഡിഷനിൽ ഹ്യൂമനിസം, അതായത് മാനവികതയെക്കുറിച്ച് പഠിക്കണം 7ാമത്തെ ചാപ്റ്ററിൽ. പിന്നെ റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്, ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുദ്ധീകരണം പഠിക്കണം. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം അല്ലെ, മാനവികതയും അതേപോലെ സർവകലാശാലകളും പഠിച്ചിരിക്കണം. പിന്നെ എന്താണ്? ആർക്കിടെക്ചർ, അന്നത്തെ കാലത്തെ വാസ്തുവിദ്യയെക്കുറിച്ച് പഠിച്ചിരിക്കണം. ആസ്പിറേഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കണം. പിന്നെ എന്താണ്? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ അല്ലെ, പ്രൊട്ടസ്റ്റന്റുകാരെ കുറിച്ചിട്ടും. പിന്നെ കൗണ്ടർ റിഫോർമേഷൻ, പ്രതിമത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും പഠിച്ചിരിക്കണം. പിന്നെ കോപ്പർനിക്കൻ റെവല്യൂഷൻ, കോപ്പർനിക്കസിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യണം? പഠിക്കണം. സയന്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്ര വിപ്ലവത്തെക്കുറിച്ചും പഠിക്കണം. അടുത്ത എന്താണ്? ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കണം. കോട്ടൺ ഇൻഡസ്ട്രി ആൻഡ് മെഷീൻസിൽ, അതായത് പരുത്തി തുണിയെക്കുറിച്ചിട്ടും അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള, അതിന് ഇൻഡസ്ട്രീസിൽ വ്യവസായശാലകളിൽ ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകൾ, ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കണം. കോൾ ആൻഡ് അയൺ, കൽക്കരിയെയും ഇരുമ്പിനെയും കുറിച്ച് പഠിക്കണം. കനാൽ ആൻഡ് റെയിൽവേ, അതിന് രണ്ടിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രശ്നങ്ങൾ, ആർക്കും മേലിൽ അന്നത്തെ കാലത്ത് സ്ത്രീകളും തൊഴിലാളികളും കുട്ടികളും നേരിട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്ന സംഘടനകളായിട്ടുള്ള ലുദ്ധിസത്തെക്കുറിച്ചിട്ടും പീറ്റർലു മസാക്കർ അഥവാ പീറ്റർലു കൂട്ടക്കൊലയെക്കുറിച്ചും പഠിച്ചിരിക്കണം. പിന്നെ ലോസ് അഥവാ നിയമങ്ങളെക്കുറിച്ചും പഠിക്കണം. ഇനി ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ, ഗോൾഡ് റഷ്, സ്വർണ്ണ പ്രവാഹത്തെക്കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓസ്ട്രേലിയയുടെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സ്പാൻഷൻ ഓഫ് യു എസ് എയിലുണ്ടായുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കണം. സ്ലേവറി, അടിമത്തത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ആൻഡ് പാർട്ട് ടു മോഡേണൈസേഷനിൽ ജപ്പാനിൽ നടന്നിട്ടുള്ള മേജി റിസ്റ്റോറേഷൻ അഥവാ മേജി പുനഃസ്ഥാപനം പഠിക്കണം. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ജപ്പാൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം. സന്യാസനെ കുറിച്ച് പഠിക്കണം. ലോങ് മാർച്ച് ആൻഡ് മാവോ സേതുങ്ങും ലോങ് മാർച്ച് പഠിച്ചിരിക്കണം. പിന്നെ ഇതിനാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമത്തിൽ എഴുതൽ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ 4 മാർക്കും ചോദിക്കും. ഇതിന് കൂടെ മാപ്പും ചോദിക്കും. മാപ്പിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യും. മാപ്പ് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ചോദിക്കുക. മാപ്പ് 100% ഉറപ്പാണ്. ഈ 10 ചാപ്റ്ററിനും കൂടി കലക്കിയിട്ടാണ് എന്ത് ചോദിക്കുക? മാപ്പ് ചോദിക്കുക. മാപ്പിൻ്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ നോട്ട്, അതായത് നമ്മൾ ഓരോ ദിവസവും ലൈവുകൾ നടക്കുന്നുണ്ട്, ആ ലൈവുകളുടെ നോട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അത് നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.